السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഫിലിം ഇൻഡസ്ട്രി. അതിൽ നമുക്ക് ആക്ടറോ ആക്ട്രസ്സായി ജോലി ചെയ്യാൻ പറ്റുമോ? എന്താണ് ഫിലിം ഇൻഡസ്ട്രി? എന്താണ് അവർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ? അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ അതിനെ വിലയിരുത്താമെന്ന വിഷയമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വിഷയം കൂടിയാണത്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധമാണ്, പവിത്രമാണ്, കാലികമാണ്, യുക്തിബദ്ധമാണ്, സാർവലൗകികമാണ്, ശാസ്ത്രീയമാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് പഠിപ്പിക്കുന്ന ശരീഅത്ത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ശരീഅത്തിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യൻ്റെ സംരക്ഷണമാണ്. മനുഷ്യൻ്റെ സനാതന മൂല്യങ്ങളെ, അവൻ്റെ ദീൻ, അവൻ്റെ ശരീരം, അവൻ്റെ നിലനിൽപ്പ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ കുടുംബം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ രക്തം, ഇതൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ശരീഅത്ത്. ഈ ശരീഅത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ വിമലീകരിക്കുന്ന, മലീമസമാക്കുന്ന ഒരു കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശരീഅത്തിൽ അനുവദനീയമാവില്ലല്ലോ. നമുക്കറിയാം, അള്ളാഹുവിൻ ദീൻ എന്ന് പറയുന്നത് അസ്ലു കുല്ലി ഷൈഇൻ ഇബാഹ, എല്ലാം അനുവദനീയമാണെന്നുള്ളതാണ്. മനുഷ്യന് ആവശ്യമായ അവൻ്റെ ആരോഗ്യത്തിന്, അവൻ്റെ മനഃശാസ്ത്രപരമായ വളർച്ചയ്ക്ക്, അവൻ്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക്, അവൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ബുദ്ധിപരമായ അവൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇസ്ലാം പ്രോത്സാഹനം ചെയ്യുന്നു, ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നു. ഇസ്ലാം അത് ഗൗരവത്തോട് കാണുന്നു. അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്ലാം ശരീഅത്തിലുണ്ട്. പക്ഷേ അതേ സ്ഥലത്ത് ആ മനുഷ്യനെ അവൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന, അവനെ ഇല്ലാണ്ടാക്കുന്ന, അവൻ്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, അവൻ്റെ ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന, അവനല്ലാതെ മൃഗവും പിശാചുമാക്കി മാറ്റുന്ന സംവിധാനങ്ങളെ, വ്യവസ്ഥകളെ ഇസ്ലാം എതിർക്കുന്നു, ഇസ്ലാം തടയുന്നു. അതാണ് അംറുൻ ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അള്ളാഹു നിയോഗിച്ചത്? ലിയുഹില്ല ലഹുമുത് ത്വയ്യിബാത്ത് വ യുഹർരിമ അലൈഹിമുൽ ഖബായിസ്, എല്ലാ നന്മകളും അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയും എല്ലാ ഖബായിസുകളും, വൃത്തികേടുകൾ അത് തടയാൻ വേണ്ടിയുമാണ്. ആ അർത്ഥത്തിൽ ഇന്ന് ഫിലിം ഇൻഡസ്ട്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് ഇഷ്ടംപോലെ ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 30-30ഓളം ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. പല ഫിലിം ഇൻഡസ്ട്രിയും അതിൽ അഭിനയിക്കുന്നവർ, അത് ആക്ട്രസ് ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, അവർക്ക് വിശുദ്ധമായ നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ തിന്മകളും പ്രോത്സാഹനം ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ച് വളരുന്നത്. ഇപ്പം നമ്മുടെ ഹോളിവുഡ് ആയിക്കോട്ടെ, കോളിവുഡ്, ടോളിവുഡ്, മോളിവുഡ് എന്നറിയപ്പെടുന്ന വ്യത്യസ്ത ഫിലിം ഇൻഡസ്ട്രികളൊക്കെ അവർ സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്താണ്? തിന്മകളാണ്, ഡിസിപ്പേഷൻസ്. തിന്മകൾ ചെയ്യാനുള്ള മനസ്സ്, മനുഷ്യൻ്റെ സെൻഷ്വൽ ഡിസേഴ്സുകൾ, അവൻ്റെ ഇന്ദ്രിയ ആഗ്രഹങ്ങളെ പ്രോത്സാഹനം ചെയ്തുകൊണ്ട്, ഉത്തേജിപ്പിച്ചുകൊണ്ട്, അവനെ യഥാർത്ഥ മനുഷ്യന് തെറ്റിച്ചുകൊണ്ട് അവനെ മൃഗതുല്യനാക്കുക, അവനെ പൈശാചികമായി മാറ്റുക. ഈ ആശയമാണ്. ഇത് വലിയൊരു കച്ചവടമാണ്. ഈ കച്ചവടത്തിൽ കോടി അല്ലെങ്കിൽ ബില്യൺ കണക്കിന് ഡോളേഴ്സും അതുപോലെ റുപ്പീസുമാണ് അവർ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാലോ, ഒരു ഫിലിമിൽ അഭിനയിക്കുന്നവന് ആ ഫിലിമിൻ്റെ അഭിനയിച്ചാൽ കിട്ടുന്ന വൻ തുക, അത് ഒരു മുസ്ലിമാണെങ്കിൽ അത് അവനറിയാം, അത് ഹലാലല്ലെന്നാണ് അറിയാം. നമ്മളെ നാട്ടിൽ അഭിനയിക്കുന്ന പല അഭിനേതാക്കളും, പല ആക്ടർമാരും, അവരൊക്കെ പല മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്കറിയാം ഇതെൻ്റെ പണം ശരിയായ രൂപത്തിലല്ല. എന്തുകൊണ്ട്? സനാതന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പണമാണ് അവർക്കറിയാം. ലോകത്തടക്കം തിന്മകൾ പലതും അതിൻ്റെ എത്രയോ ശതമാനം ഫിലിം കണ്ട് ചെയ്യുന്നതാണ്. ഫിലിം ഇൻഡസ്ട്രി പഠിപ്പിച്ചു കൊടുക്കുന്ന നൂതനമായ തിന്മകളുടെ മെത്തേഡ്സുകളാണ് അവർ സ്വീകരിക്കുന്നത്.
പ്രത്യേകിച്ച് എങ്ങനെ കൊല്ലണം, എങ്ങനെ ഒരു ബാങ്ക് കൊള്ളയടിക്കണം, എങ്ങനെ ഒരു പെണ്ണിനെ അവളെ വശീകരിക്കണം, എങ്ങനെ അവളെ നശിപ്പിക്കണം, ഏതൊക്കെയുണ്ട് പൈശാചികമായ മൃഗീയമായ പ്രവർത്തനം, ഇതൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നത്. ഡിസിപ്പേഷൻസ്, ഫിലിം ഇൻഡസ്ട്രി ഡിസിപ്പേഷൻസാണ്. ഈ ഫിലിം അഭിനയിക്കുന്ന ആക്ടർമാരോ ആക്ട്രസ്മാരോ വിശുദ്ധമായ ഒരു ജീവിതം അവർക്കില്ല. അവരുടെ ജീവിതത്തിൽ തന്നെ എപ്പോഴും പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ചർച്ച വിഷയമാണ്. അവർക്ക് പോലും പരസ്പരം ഒരു ആക്ടർ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിച്ചാൽ തന്നെ പെട്ടെന്ന് അത് ഡൈവേഴ്സ് ആകുന്നുണ്ട്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സനാതന മൂല്യങ്ങൾ അവരിലില്ല. ഇത് എല്ലാ മതങ്ങളും എതിർക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമല്ല. മനുഷ്യ സനാതന മൂല്യങ്ങളെ, ധർമാധർമ്മങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മെയിൻ സ്ട്രീം മതങ്ങളും ഈ വക തിന്മകളെ എതിർക്കുന്നു. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമായി എതിർക്കുന്നു. എന്തോ ശരീഅത്തിൻ്റെ ഭാഗമാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാം നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നന്മകൾ പ്രോത്സാഹനം മാത്രമല്ല, നന്മയിൽ സഹകരിക്കാൻ ഇസ്ലാം പറയുന്നു. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ സഹകരിക്കണം. ബി കോപ്പറേറ്റീവ് വിത്ത് ദ ഗുഡ് തിങ്സ്. അതുപോലെ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും ശത്രുതയിലും സഹകരിക്കാൻ പാടില്ല. മനുഷ്യൻ്റെ ബുദ്ധിയെ വിമലീകരിക്കുന്ന, മനുഷ്യൻ്റെ നല്ല ഹൃദയത്തെ മലീമസമാക്കുന്ന, അവൻ്റെ ചിന്തകളെ മലീമസമാക്കുന്ന, അവൻ്റെ ഇന്ദ്രിയ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, അവനെ മൃഗതുല്യമാക്കി മാറ്റുന്ന അവൻ്റെ കാഴ്ചകൾ, അവൻ്റെ കേൾവികൾ, അവൻ്റെ ആസ്വാദന മേഖലകൾ ഇസ്ലാം കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ ഒരു ഭീകരമതമായി അവതരിപ്പിക്കുന്നു. ഇസ്ലാമിനെ ഒരു വൃത്തികെട്ട മതമായി അഭിനയിച്ച് കാണിക്കുന്നു. ഇസ്ലാം പഴഞ്ചനാണ്, ഇസ്ലാം ഒരിക്കലും ഈ കാലത്തേക്ക് യോജിച്ചതല്ല എന്നുള്ള അതിൻ്റെ ഇതിവൃത്തം, അതിൻ്റെ ആശയം അഭിനയിച്ചുകൊണ്ട് സാധാരണക്കാരുടെ പ്രിമിറ്റീവ് മൈൻഡ് സെറ്റപ്പുള്ള, ബുദ്ധിക്ക് വകതിരിവില്ലാത്ത, കാര്യങ്ങളെ ശരിക്കും വിവേകത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കാത്തവരുടെ അഭിനയിച്ച് കാണിക്കുമ്പോൾ സ്വാധീനിക്കുന്നു, എല്ലാം സ്വാധീനിക്കുന്നു. ഇസ്ലാം വെറുത്ത് കാണുന്നു. ഇസ്ലാമിനെ വെറുത്ത് കാണുന്ന ലവ് ജിഹാദ്, അതുപോലെ തന്നെ ടെററിസം ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പല ഹോളിവുഡും മോളിവുഡും അതുപോലെ കേരളത്തിൽ നമ്മളറിയാം, കേരള ചരിത്രം അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി അതുപോലെ പല ഫിലിമുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് ഫെമിനിസ്റ്റ് ഫാത്തിമ, ഇപ്പോൾ അടുത്ത നമ്മുടെ മുമ്പിൽ വന്ന ഫെമിനിസ്റ്റ് ഫാത്തിമ അറിയില്ലേ? അതിന് തിന്മയുടെ വക്താക്കൾ അവൾ ഒരു ഇസ്ലാമിക വേഷം ധരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ധരിക്കുന്നവളായിരിക്കാം. ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ആശയങ്ങളെ ഫിലിമിൽ അഭിനയിച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ പീഡിപ്പിക്കുന്നു എന്ന് ഒരു ഇതിവൃത്തം അതിൽ അഭിനയിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനെ വിമലീകരിച്ചുകൊണ്ട് മോശമായി അഭിനയിപ്പിച്ചു അത് അഭിനയത്തിൽ നല്ലത് അഭിനയിച്ചത് കൊണ്ട് ഇസ്ലാമിനെ വെറുക്കുന്ന തമസ്സിന് ശക്തികൾ, തമസ്സിൻ്റെ ആൾക്കാർ എന്ത് ചെയ്തു? അവളെ ഒരു ഇസ്ലാമിൻ്റെ വക്താവായി നമ്മൾ അവതരിപ്പിച്ചു. കുറച്ചൊക്കെ ഇസ്ലാമിക് ബാൻഡേജ്, പർദ്ദ പർദ്ദ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസവും ഇസ്ലാമിനെ പരിപൂർണമായും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്കുണ്ടാവേണ്ട അവളുടെ എൻലൈറ്റ്മെൻറ്റ്. അവൾ പ്രിമിറ്റീവ് അല്ല, അവൾ കാടം സംസ്കാരമല്ല, അവൾ ഡ്രസ്സിലൂടെ ഫുള്ള് മറച്ച പെണ്ണ്. നമുക്കറിയാമല്ലോ, പ്രിമിറ്റീവ് പ്രാഗ് സംസ്കാരത്തിൽ നിന്നാണ് ഡ്രസ്സില്ലല്ലോ. പ്രാഗ് സംസ്കാരത്തിൽ ഡ്രസ്സില്ല. അതുപോലെ പ്യൂരിഫൈഡ് സംസ്കാരത്തിൽ നല്ല സംസ്കാര ഡ്രസ്സുണ്ട്. ഇസ്ലാം പരിപൂർണമായ പരിശുദ്ധമായ സംസ്കാരമാണ്. അവളെ കാണാൻ ഭാഗങ്ങൾ ഇസ്ലാം കാണിക്കാൻ ഇസ്ലാം അത് വിലക്കുന്നു. പക്ഷേ ഇതല്ല, ഇത് ഒരു ബാൻഡേജ് പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു ഇസ്ലാമിൻ്റെ വക്താവാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഫിലിം ഇൻഡസ്ട്രി അവാർഡ് നൽകുന്നു. അതുപോലെ ആണുങ്ങൾക്കും. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇസ്ലാം നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യനെ അവനെ മനീമസപ്പെടുത്തുന്ന അവൻ്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും അവൻ്റെ ചുറ്റുപാടിനെയും അവൻ്റെ യഥാർത്ഥ മനുഷ്യത്വം എടുത്തു കളയുന്ന സ്വഭാവത്തിലുള്ള കാഴ്ചകളോ അഭിനയങ്ങളോ എൻ്റർടൈൻമെൻറ്റോ ഒന്നും പാടില്ല. അതുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രി ഇസ്ലാമിന് 90% ഘടകവിരുദ്ധമാണ്. അത് പ്രൊമോട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ യഥാർത്ഥ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. അത് കാണാനോ അത് പ്രോത്സാഹിപ്പിക്കാനോ അത് അഭിനയിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നതുകൊണ്ട് ഇസ്ലാം പരിശുദ്ധമാണ്. അതേ നന്മ പ്രോത്സാഹിപ്പിക്കുന്ന അഭിനയമാണെങ്കിൽ ഭിന്നവീക്ഷണമുണ്ട് പണ്ഡിതന്മാർ. നന്മ പ്രോത്സാഹിപ്പിക്കുന്ന അഭിനയമാണെങ്കിൽ ഓക്കെ, അത് ഇബാഹാണ്, അനുവദനീയമാണ്. നന്മ എന്താണ്? ആണും പെണ്ണും ഇടകലരാതെ, തിന്മകളെ പ്രോത്സാഹിപ്പിക്കാതെ, തിന്മകളെ അഭിനയിച്ച് കാണിക്കാതെ. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം നാമധാരികളായ ആക്ടർമാരെന്ത് ചെയ്യുന്നത്? തിന്മകൾ അഭിനയിച്ച് കാണിക്കും, കള്ളു കുടിച്ച് കാണിക്കും, വ്യഭിചരിച്ച് കാണിക്കും,
അതുപോലെ കൊന്നിട്ടും കാണിക്കും. എല്ലാ തിന്മകളും അഭിനയിച്ച് കാണിച്ചുകൊണ്ട് ലാസ്റ്റ് ഒരു മോറൽ ലെസൺ ഉണ്ടാവും. അപ്പോൾ ഈ ജനങ്ങൾ ഏതാ പഠിക്കുന്നത്? ഈ അഭിനയിച്ച് കാണിച്ച കാര്യങ്ങളാണ് പഠിക്കുന്നത്. അങ്ങനെ എല്ലാ തിന്മകളെയും പ്രോത്സാഹനം ചെയ്തുകൊണ്ടാണ് അവർ അഭിനയിക്കുന്നത്. അത് നല്ല കാശ് കൊടുക്കുന്നുണ്ട്. അത് ഉല്ലാസമാണല്ലോ, എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അതാണ്. അപ്പം അതല്ലാതെ നല്ല കാര്യങ്ങൾ അഭിനയിച്ചുകൊണ്ട് എന്തെങ്കിലും നല്ല മനുഷ്യത്വം, നല്ല ഗുണങ്ങൾ, സനാതന മൂല്യങ്ങൾ, നല്ല വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടുകൾ, നല്ല സാമൂഹ്യ ബന്ധങ്ങൾ, നല്ല പിന്നെ ധർമ്മങ്ങൾ, നല്ല കാര്യം അഭിനയിച്ച് കാണിക്കാം, അഭിനയിച്ചുകൊണ്ട് ദഅവത്ത് നടത്താം. ഇതൊക്കെ പണ്ഡിതന്മാർ ചർച്ച വിഷയമാണ്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് മൊത്തത്തിൽ സിനിമ ഫീൽഡിന് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അല്ല, അതിലെന്താണോ പഠിപ്പിക്കപ്പെടുന്നത്, എന്താണ് അഭിനയിക്കുന്നത്, എന്താണോ കാണിക്കുന്നത്, എന്താണോ എൻജോയ്മെൻറ്റ് ചെയ്യുന്നത്, അതിനാണ് എതിർക്കുന്നത്. നന്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാം നന്മയുടെ ഭാഗത്താണ്. ഇസ്ലാം മനുഷ്യരുടെ ഭാഗത്താണ്. ഇസ്ലാം മനുഷ്യരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗത്താണ്. ഇസ്ലാം മനുഷ്യത്വം പ്രഘോഷണം ചെയ്യുന്ന മതമാണ്. ഇസ്ലാം എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കല, സംസ്കാരം. പക്ഷേ അത് പൈശാചികമായി കൂടാ. അത് ജന്തുവികാരങ്ങളെ, ജൈന്ധവതയെ, മനുഷ്യൻ്റെ അകത്തുള്ള അവൻ ജൈന്ധവ ആഗ്രഹങ്ങളെ അത് ഉത്തേജിപ്പിക്കുന്നതായിക്കൂടാ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് സ്വന്തം നഫ്സിനോട് ചോദിക്കുക, എന്താണ് ഫിലിം ഇൻഡസ്ട്രി, അത് കാണാൻ പാടുണ്ടോ, അത് അഭിനയിക്കാൻ പാടുണ്ടോ? നമുക്ക് തന്നെ അറിയാമല്ലോ. ഇസ്തഫ്സി നഫ്സുക്, ഇസ്ലാമിൻ്റെ വിധി ഇതാണ്. അത് ഹറാമാണ്. നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹകരിക്കാം. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ വിവരം, നോളേജ് വളരെ ആവശ്യമാണല്ലോ. ആ നോളേജ് അത് ശരിക്കും നോളജ് ആയിരിക്കണം. അതുകൊണ്ട് ഫസ് അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ഉത്ബുദ്ധരായ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. ദീനിനെപ്പറ്റിയുള്ള നല്ല കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുക. ദീൻ ആ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ പ്രബോധനം ചെയ്യുകയും അത് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിം, അതാണിപ്പോൾ ആവശ്യം. ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.